അപ്പോൾ ഇന്നൊരു സൺഡേ ബിരിയാണി ആയാലോ. നമ്മൾ ഉള്ളി നല്ലോണം നൈസ് ഇതിനകത്ത് അത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കാഷ്നട്ടും കിസ്മിസും വേണമെങ്കിൽ കിസ്മിസും കൂടെ ഇട്ടിട്ട് കുറച്ച് നെയ്യും എണ്ണയും കൂടെ വെച്ചിട്ട് അതിൽ നമ്മൾക്ക് മൂപ്പിച്ചിട്ട് അത് മാറ്റി വയ്ക്കാം. ഇവിടെ ഞങ്ങൾക്കാർക്ക് കിസ്മിസ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാഷ്നട്ട് മാത്രം എടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സവോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒരു മസാല ഉണ്ടാക്കുകയാണ്, ഗ്രേവി ഉണ്ടാക്കുകയാണ് നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ കുറച്ച് മസാല തേച്ച് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇപ്പോൾ ഇട്ട സെയിം മസാലാസാണ്. ഓക്കെ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. സെയിം മസാലാസ് നമ്മൾ ഇതിലേക്ക് ഇട്ടു, ലെമൺ ജ്യൂസ് ഒഴിക്കുന്നില്ല എന്നുള്ളൂ. എന്നിട്ട് നമ്മൾ നല്ലോണം മസാല മൂത്ത് കഴിയുമ്പോഴേക്കും മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതുമായിട്ട് അങ്ങനെ ഇതൊന്ന് മിക്സായി വരുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്നല്ലേ, ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ, അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിട്ട് അതിലും സെയിം നമ്മുടെ ഗരം മസാലേൻ്റെ കൂട്ട്, അതായത് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, മറ്റേ സ്റ്റാർ ഉണ്ടെങ്കിൽ അതിടാം. ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ 30 മിനിറ്റ് കുതിർത്ത് മാറ്റി വെച്ചിരുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ഇടുന്നു. നല്ലോണം ഒന്ന് മുങ്ങിക്കിടക്കത്തക്ക വിധം ഒരു 10 മിനിറ്റ് അരി തിളച്ച് ആ വെള്ളം വറ്റുന്നവർ വേവിക്കുക. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ആ ചിക്കൻ്റെ ഗ്രേവി റെഡിയാക്കി വെച്ചില്ലേ, അതിലേക്ക് ഇതെടുത്ത് ദമ്മ് ചെയ്യുക. റൈസ് എടുത്ത് ചിക്കൻ്റെ മുകളിലേക്ക് ഇടുക. നമ്മൾ ചെയ്ത് വെച്ചിരുന്ന കാരമലൈസ്ഡ് ഒനിയനും കാഷ്നട്ടും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ലോ ഫ്ലെയിം അടുപ്പിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ബിരിയാണി റെഡി.